നാദാപുരത്ത് ഇടതുമുന്നണിക്ക് ജയം ഉറപ്പാണ് എന്ന് CPI ജില്ലാ സെക്രട്ടറി പി ഗവാസ്. നാദാപുരത്ത് തോൽക്കുമെന്ന് CPIM വിലയിരുത്തുമെന്ന് കരുതുന്നില്ല. മണ്ഡലത്തിൽ എപ്പോഴും നടക്കുന്നത് കടുത്ത മത്സരമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ലെന്നും പി ഗവാസ് പറഞ്ഞു. രാഷ്ട്രീയമായ വോട്ടുകളുടെയും വികസന വോട്ടുകൾ, വികസനത്തിന് വേണ്ടി ലഭ്യമാവുന്ന വോട്ടുകളുടെയും പൊതുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാവുന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളുടെയും എല്ലാ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് തന്നെയാണ് നാദാപുരത്തെ ഇപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത്. രാഷ്ട്രീയ വോട്ടുകളുടെ സാധ്യതകളെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഒരു ഏകപക്ഷീയ മത്സരം വിജയിക്കുന്ന പാർട്ടിക്ക് ഈസിയായി വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു മത്സരമല്ല ഒരു കാലത്ത് നടന്നത്. ഞങ്ങൾക്കുറപ്പുണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റിലും വിജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സംഘടന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ CPIM-ന്റെ വിലയിരുത്തലായി വന്നത് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന മട്ടിലോ അല്ലെങ്കിൽ അവിടെ പരാജയത്തിന് സാധ്യതയുണ്ടെന്നുള്ള മട്ടിലോ ഒക്കെയാണ്. പൊതുവെ വിലയിരുത്തലുണ്ടായതും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതുമൊക്കെ CPIക്ക് പൊതുവെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച നാദാപുരത്തും സംഭവിക്കുന്നു എന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നാദാപുരം എന്ന മട്ടിലാണ്. എങ്ങനെയാണ് ഇപ്പോൾ അതിനോട് CPI പ്രതികരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇതിനകത്ത് CPM-ന്റെ ഒരു വിലയിരുത്തൽ പ്രകാരം കോഴിക്കോട് ജില്ലയിൽ 3 സീറ്റുകളാണ് തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളായി അവർ കണക്കാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാണ് നാദാപുരം. അതുകൊണ്ടുകൂടിയാണ് CPM-ന് കൂടിയുള്ള ഒരു പരോക്ഷ മറുപടി എന്ന് വേണം നമുക്കിതിനെ കാണാൻ. പി ഗവാസ് പറയുന്നത്, CPIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത്, നാദാപുരത്ത് ഒരു കാരണവശാലും തോൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാലവും അവിടെ മുൻകാലങ്ങളിലും ശക്തമായ മത്സരം നടന്നിരുന്ന ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷം തുടർച്ചയായി ജയിക്കുന്നൊരു മണ്ഡലമാണെങ്കിൽ പോലും അങ്ങനെ ഏകപക്ഷീയമായ ഒരു ജയമൊന്നുമല്ല. ഓരോ തവണയും നല്ല ശക്തമായ മത്സരം നടന്നിരുന്നു. ഇത്തവണയും അത്തരത്തിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങളും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമെല്ലാം നാദാപുരത്ത് LDF-ന് ഇത്തവണയും വിജയം സമ്മാനിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ആരോപണം ഉയർന്നിരുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാദാപുരത്ത് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കുറെ കൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നിരുന്നു. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, അങ്ങനെ നാദാപുരത്ത് ശക്തയായ സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരിക്കുന്നത്, അവരെ മണ്ഡലത്തിൽ സുപരിചിതയല്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ശരിയല്ല. നേരത്തെ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അവർ വനിതാ സംഘത്തിൻ്റെ അവിടുത്തെ CPIയുടെ വനിതാ സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നാദാപുരം കേന്ദ്രീകരിച്ചുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരം ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നതുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒട്ടാകെ തന്നെ LDF വലിയ നേട്ടം കൊയ്യും. അതിൻ്റെ ഭാഗമായി തന്നെ നാദാപുരത്ത് വിജയം ഉറപ്പാണെന്ന് കൂടി ഗവാസ് പറയുന്നു.